വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. 3ാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. ഗാന്ധിജിയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗാന്ധിജിയെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി നോക്കാം അല്ലേ? മാന്യ സദസ്സിന് വന്ദനം. നമ്മൾ പ്രസംഗിക്കുമ്പം ആദ്യം തന്നെ ചെയ്യാറുള്ളൊരു കാര്യമാണ് സദസ്സിനെ വണങ്ങും അല്ലേ? ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് വെച്ചിട്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ചാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും ഇളയ പുത്രനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. പ്രാരംഭ വിദ്യാഭ്യാസത്തിനു ശേഷം നിയമം പഠിക്കാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അഹിംസയിൽ ഊന്നിയ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം എന്ന സമരരീതി ലോകമെങ്ങും ശ്രദ്ധേയമായി. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചു. നിസ്സഹകരണ സമരം, നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ സമരങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം മാത്രമേ പറയാവൂ എന്ന് ഉപദേശിച്ച ഗാന്ധിജി അത് സ്വജീവിതത്തിലും പാലിച്ചിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം 1948 ജനുവരി 31 കൊല്ലപ്പെട്ടു. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മുടെ മഹാത്മാ ഇന്ത്യക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരിൽ പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജയ് ഹിന്ദ് വിളിക്കാം. ജയ് ഹിന്ദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചായതുകൊണ്ടാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് കൂടുതലായി തോന്നുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എടുത്തിട്ട് എഴുതി കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവരാണെങ്കിൽ മുഴുവനായിട്ടും പറയാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മഹത് വ്യക്തികളെക്കുറിച്ച്, ഇതുപോലെയുള്ള മഹത് വ്യക്തിയെക്കുറിച്ച് എഴുതാനുണ്ട്. നോക്കാം. ഗാന്ധിജിയെ പോലുള്ള ആളുകളെയാണ് നമ്മൾ മഹത് വ്യക്തികളെന്ന് പറയുക അല്ലേ? അപ്പോൾ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാനുണ്ട്. ഏതൊക്കെ മഹത് വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കി ബാലസഭയിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് ബാലസഭയിൽ അവതരിപ്പിക്കാൻ ഒരു കുറിപ്പ് വേണം അല്ലേ? നമുക്കുണ്ടാക്കി നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് മഹത് വ്യക്തികളിൽ ചാച്ചാജിയെ എടുക്കാം. എല്ലാവർക്കും ചാച്ചാജിയെ അറിയാം അല്ലേ? ചാച്ചാജി എന്ന് പറഞ്ഞാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഞാൻ ഇഷ്ടപ്പെടുന്ന മഹത് വ്യക്തികളിൽ ഒരാളാണ് ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ നെഹ്റുജി, ചാച്ചാജി എന്നൊക്കെ വിളിച്ചിരുന്നു. കുട്ടികളെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടവും ലാളനയുമായിരുന്നു. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ കുട്ടികളോട് സംസാരിക്കുന്നതിനിടയിൽ ഒന്നും ഉൾക്കൊള്ളാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം അവൻ്റെ അരികിൽ പോയി കളിതമാശകൾ പറഞ്ഞിട്ടും അവൻ ചിരിക്കുന്നത് കാണാതിരുന്നപ്പോൾ അദ്ദേഹം മറ്റൊരു കുട്ടിയോട് ചീപ്പും കണ്ണാടിയും കൊണ്ടുവരാൻ പറഞ്ഞു. ചീപ്പും കണ്ണാടിയും കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം തൻ്റെ തൊപ്പി ഊരി ചീപ്പ് കൊണ്ട് തല ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് ദുഃഖിതനായിരുന്നു കുട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയാമോ? പിറകിലായി അല്പം മുടിയൊഴിച്ച് നെഹ്റുജിയുടെ മുൻവശത്ത് ഒട്ടും തന്നെ മുടിയില്ലായിരുന്നു. മുടിയില്ലാത്ത തലയിൽ ചെയ്യുന്നത് കണ്ടാണ് കുട്ടി പൊട്ടിച്ചിരിച്ചത്. അത്രയേറെ സ്നേഹമായിരുന്നു കുട്ടികളോട് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്നത്. ശരിയല്ലേ കുട്ടികൾ? ഒരു കുട്ടി പോലും പുഞ്ചിരിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുട്ടിയെയും പുഞ്ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കുസൃതി കാണിച്ചതാണല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാച്ചാജിയെക്കുറിച്ചുള്ള മഹത് വ്യക്തിയാണത് അല്ലേ? അപ്പം ചാച്ചാജി തന്നെ വേണമെന്നില്ല. സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുണ്ട് കേട്ടോ. അവരെയൊക്കെ നമുക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? കുട്ടികൾ സ്നേഹപൂർവ്വം ഗാന്ധിജിയെ തന്നെ നോക്കി നിന്നു. ഇതുപോലെ പൂർവം എന്ന് ചേർന്ന് വരുന്ന എത്ര പദങ്ങൾ കണ്ടെത്താം? ഹൃദയപൂർവം.
അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകൾ കണ്ടെത്തി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാചകങ്ങളും നമുക്കുണ്ടാക്കാനുണ്ട്. നമുക്കതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്നേഹപൂർവം എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള വാക്കുകളാണ് സന്തോഷപൂർവം, ദുഃഖപൂർവം, സങ്കടപൂർവം, വേദനപൂർവം, ദേഷ്യപൂർവം, നിരാശപൂർവം, ധൈര്യപൂർവം, ആശ്ചര്യപൂർവം. ഓക്കെ, ഇത്രയും പദങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നവയിൽ പെട്ടതാണ് കേട്ടോ. ഇനി അത് വെച്ചിട്ടുള്ള സെൻറ്റൻസസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. വാചകങ്ങൾ: സന്തോഷപൂർവ്വം ഞാനത് വാങ്ങിച്ചു, ദുഃഖപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങി, സങ്കടപൂർവ്വം യാത്ര ചോദിച്ചു, വേദനപൂർവ്വം മാറി നിന്നു, ദേഷ്യപൂർവ്വം ശബ്ദമുയർത്തി, നിരാശപൂർവ്വം മടങ്ങിപ്പോന്നു, ധൈര്യപൂർവ്വം മുന്നോട്ട് നടന്നു, ആശ്ചര്യപൂർവ്വം കണ്ണു മഞ്ഞളിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ വാചകങ്ങൾ എഴുതുക. അല്ലെ, നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കാറുള്ളത് അത്തരത്തിൽ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇവയൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷീറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.